ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായിലെ ഒരു ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ എന്ത് സെറ്റപ്പിലാണ്, എന്ത് അടിപൊളിയായിട്ടാണ് ഫിഷുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നോക്ക്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഒരുപാട് ഏരിയയിലാണ് ഈ ഒരു ഫിഷ് മാർക്കറ്റ് വരുന്നത്. എല്ലാ തരം നമ്മുടെ ഭൂമിയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മനുഷ്യന് കഴിക്കാൻ പറ്റിയ എല്ലാ തരം മീനുകളും ഇവിടുത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു ഭംഗി തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. ആ രീതിയിലാണ് കേട്ടോ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മുടെ ഒരു ദുബായിലെ ഈ ഒരു ഫിഷ് മാർക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. കണ്ണെത്താ ദൂരം വരെ ഈ ഒരു ഫിഷ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മീനൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ ഏരിയയിലൊക്കെ ഫുള്ള് പ്രോൺസാണ്. ഒരുപാട് ലോബ്സ്റ്റർ, ഇങ്ങനെ വലിയ വലിയ മീനുകൾ, വലുത് ചെറുതായിട്ടുള്ള എല്ലാ മീനും. നമ്മൾ ഫ്രൂട്ട്സ് കടയിലൊക്കെ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഓരോന്നും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പല തരത്തിലുള്ള കൊഞ്ചുകൾ പല രീതിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. വലിയ ഞണ്ട് ലോബ്സ്റ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മീനിൻ്റെ മുട്ട, ഇത് ഏതോ ഒരു വലിയ മീനിൻ്റെ മുട്ടയാണ് കേട്ടോ ഇവിടെ അടുക്കി വെച്ചേക്കുന്നത്. നമുക്ക് സെറ്റപ്പ് തന്നെ. പിന്നെ ഈ ഒരു ഏരിയയിൽ ലൈവ് ഫിഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈവ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിയ കിങ് സൈസ് ക്രാബുകളാണ്. നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സൈസ് ജീവനുള്ള ക്രാബുകളാണ് കേട്ടോ. ഭയങ്കര എൻ്റെ കയ്യിലെ സൈസ് നോക്കി, അതിനെക്കാട്ടി സൈസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് ചിലപ്പം 10-20 റേറ്റ് വരുമെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ക്രാബ് തന്നെ ഇതോ അങ്ങ് അവിടെയും ഇഷ്ടംമാതിരി ഇങ്ങനെ അടുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതോ ആ ഒരു സൈഡിൽ ലോബ്സ്റ്റർ ഉണ്ട് കേട്ടോ. ലോബ്സ്റ്ററും അവിടെ ആ ഒരു സൈഡിൽ നിറച്ചിട്ടിട്ടുണ്ട്. ഇതാ നമുക്കിവിടെ നോക്കിയാലും കാണാൻ പറ്റും. ലോബ്സ്റ്ററൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇത്രയും വലിയ മാർക്കറ്റാണെങ്കിൽ നമ്മൾ മീനൊക്കെ നല്ല രീതിക്ക് തന്നെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നല്ല ഫാഷൻ ഷോയ്ക്ക് നമ്മൾ മോഡൽസിനെ അടുക്കി കിടത്തിയിരിക്കുന്ന പോലെയാണ് ഇവിടെ മീൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗി. ഇത് കണ്ടു കഴിഞ്ഞാൽ മീൻ കഴിക്കാത്ത ആൾക്കാരും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. കാണുന്ന മീനിൻ്റെ മുട്ടയാണ് കേട്ടോ. ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ചേക്കുന്നത്. പാക്കറ്റിലാക്കിയിട്ട് ഇതുപോലെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഈ മുട്ടയൊക്കെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ ആ ഒരു സൈഡിൽ മീൻ വയ്ക്കാനുള്ള തട്ട് ഇങ്ങനെ ഐസ് പൊടിച്ചിട്ട് ഐസിലിങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എന്ത് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് നോക്ക്. പിന്നെ ഈ കാണുന്നത് നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യുന്ന ഏരിയയാണ് കേട്ടോ. നമ്മൾ വാങ്ങിയ ഫിഷ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെളിയിൽ വെയിറ്റ് ചെയ്താൽ മതി. ആ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ നമ്പർ വിളിക്കുമ്പോൾ മീൻ വന്ന് കളക്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഓരോ ഫിഷ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് അവരെടുക്കുന്നുണ്ട്. ഓരോരുത്തർ അതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ കാണാൻ പറ്റും. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. എല്ലാം ക്ലീൻ ചെയ്ത് നമ്പർ ഇട്ടാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് അതിനൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർ കാർഡ് നമ്പർ നമുക്ക് തരും കേട്ടോ. നോക്കിയാൽ കാണാം അവർ ക്ലീൻ ചെയ്യുന്നത് എന്തുമാത്രം. അതായത് ആ ഒരു സൈഡിൽ മീൻ സെയിൽസും ഈ ഒരു സൈഡിൽ മീനിൻ്റെ ക്ലീനിങ് വന്ന് നടക്കുന്നത് കേട്ടോ. നോക്ക്. അപ്പോൾ ഈ ഒരു സൈഡിൽ ആൾക്കാർ ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടി ഇരിക്കുന്നതല്ല കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത മീൻ വൃത്തിയാക്കാൻ കൊടുത്തില്ലേ, അത് കളക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ സ്ക്രീനിൽ ആ ഒരു മീനിൻ്റെ ബില്ലില്ലേ, ആ ബിൽ നമ്പർ ഇതിൽ കാണിക്കുമ്പോൾ നമ്മൾ കൗണ്ടറിൽ വന്ന് വാങ്ങിച്ചാൽ മാത്രം മതി കേട്ടോ. ഇവിടെയാണ് മീൻ ഫുള്ള് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ മീനിൻ്റെ ബില്ലുമായിട്ട് അളിയനും പെങ്ങളും മോളും ഇതവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവർ ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. സ്ക്രീനിൽ അതിൻ്റെ അവിടെ ഏതൊക്കെ മീനാണ് ആരൊക്കെയാണ് വൃത്തിയാക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. വൃത്തിയാക്കിയ മീൻ ഇതുപോലെ ഇങ്ങനെ കവറിലാക്കി അവർ തരും കേട്ടോ. അപ്പോൾ നമ്മളെ മീനിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി.